ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിവരമില്ലാത്ത മതസ്നേഹം. അതായത് ഒരു മതം, ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനാണ്, തലയിൽ മൊത്തത്തിൽ അത് തന്നെയാണ്. വേറെ മതക്കാരെ കാണുമ്പോൾ വല്ലാത്ത ഒരു ഫീല്. ഇങ്ങനെ പറയാൻ കാരണം, ഈ അടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആകാശ യുദ്ധം അങ്ങനെ പറയാം. നോക്കുക, ഒരു കാരണവുമില്ലാതെ നമ്മുടെ സഹോദര സഹോദരിമാരെ വെടിവെച്ച് കൊല്ലുകയാണ്. കാശ്മീരിൽ നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ സ്പോട്ടിന് വെടിവെച്ച് കൊല്ലുകയാണ്. അതിൻ്റെ പ്രതികാരമായി നമ്മുടെ ഇന്ത്യ തിരിച്ച് അടിക്കുകയാണ്. ആദ്യം ഞാൻ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ആ തിരിച്ചടിക്ക് നോക്കുക, ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ നാട്ടിൽ വന്ന് പച്ചകൾ നമ്മുടെ സഹോദര സഹോദരിമാരെ കൊലപ്പെടുത്തിയതിനു വേണ്ടി നമ്മൾ തിരിച്ച് ചെറിയൊരു അറ്റാക്ക് അവിടെ നടത്തുകയാണ്. അതിനുശേഷം പച്ചകൾ രാത്രിക്ക് രാത്രി നമ്മുടെ രാജസ്ഥാന്, പഞ്ചാബ്, ഗുജറാത്ത്, ജമ്മു കശ്മീർ ഇതൊക്കെ ടാർഗറ്റ് ചെയ്ത് മിസൈൽ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഇതിന് പച്ചകൾക്ക് സപ്പോർട്ടായി ചില ഉസ്താദന്മാരും മതം തലക്ക് പിടിച്ച ചില ആൾക്കാരും റിയാസ് സലീമിനെ പോലത്തെ ആൾക്കാരും രംഗത്ത് വരികയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും തെറ്റ് പറ്റും, ഇതിനൊരിക്കലും തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതായത് ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മൾ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ അങ്ങനെ പറഞ്ഞ് നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങനെയാക്കാൻ പാടില്ല. അതായത് ചില കമൻറ്റുകൾ ഞാൻ കാണാൻ ഇടയാകുന്നു. അതായത് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് കമൻ്റ് ഇടുക, അതിനുശേഷം പച്ചകൾക്ക് സപ്പോർട്ടാക്കി ചില കമൻ്റ് ഇടുക. ഇതിനൊക്കെ എന്താണ്? അപ്പോൾ ഞാൻ പറയുന്നത് അവരൊരു ഭീകരവാദികളാണ്. ഓക്കെ, പച്ചകളെന്ന് പറയുന്നത് ഭീകരവാദികളാണ്. അതിനെ നമ്മൾ എതിർക്കണം. ഇതൊന്നും അറിവില്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. മതം 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 എന്ന് തലക്ക് പിടിച്ച ചില ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ രാജ്യത്ത് വന്ന് ഒരു ആക്രമണവും നമ്മൾ ആദ്യം വിട്ടില്ല, അവരാണ് ഇങ്ങോട്ട് ആദ്യം വന്നത്. നമ്മുടെ സഹോദര സഹോദരിമാരെ കൊന്നതിനുള്ള ആ ചെറിയ പ്രതികാരമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ ഇനിയും നമ്മളതിനെ പ്രതികരിക്കണം. അതിനെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പൊട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇഷ്ടംപോലെ ആൾക്കാരെ അറസ്റ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. ഈ കർണാടകയിൽ എന്തോ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസിൽ അള്ളാഹു അക്ബർ അങ്ങനെ എന്തോ വിളിച്ചതിന് ശേഷം ഒരുത്തനെ കൊന്നു, അങ്ങനെയൊക്കെ പറയുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ മതം തലക്ക് പിടിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങൾ അതായത് മുസ്ലിമീങ്ങൾ, മതം തലക്ക് പിടിച്ച മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ്, അങ്ങനെ ചിന്തിക്കുന്ന ചില മതം തലക്ക് പിടിച്ച ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയല്ല, നിങ്ങൾ അതൊന്ന് വിടുക, മനുഷ്യരായി കാണാൻ പഠിക്കുക. അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ, ചിലപ്പോൾ പണിയില്ലാത്തവരും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായാൽ ഉസ്താദിനെ പോയി കാണുക. അതായത് ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട്, 2 കുപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇസ്മി എഴുതി കൊടുത്തിട്ട് പറയുന്നുണ്ട് 4 മുട്ട കൊണ്ടുവരണം. അപ്പോൾ അതിലെന്തെങ്കിലും എഴുതി കൊടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മൂലയിൽ ഒരു പ്രശ്നമുണ്ട്, ഇതിന് ഈ കുപ്പി ഉണ്ടല്ലോ അതിന് ഈ മൂലയിൽ വെക്കണം, മറ്റേ മൂലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫീസ് ഉണ്ട് 1000, 1500. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഉസ്താദന്മാർ ഇവരെ ഒഴിവാക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതൊക്കെ പച്ചക്കളവാണ്. നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ തങ്ങന്മാരടുത്തും ഉസ്താദന്മാരടുത്തും പോകുന്നത്? അതൊക്കെ പച്ചക്കളവാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് അതായത് ഫുഡ് ഫുൾ ടൈമായിട്ട് നല്ല രീതിയിൽ കഴിച്ചു, നല്ല എൻജോയ്മെൻ്റായി നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയ രീതിയിൽ ഞാൻ ഇപ്പോൾ കാര്യം പറയുകയാണ്, നമ്മൾ പണിയെടുക്കുക. നല്ല സത്യസന്ധമായി പണിയെടുത്താൽ പൈസ കിട്ടും. ആ പൈസ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വെറുതെ ഉസ്താദന്മാരടുത്തും ഇങ്ങനെ ഇപ്പോൾ സ്വാമിമാരടുത്തും പള്ളിയിലച്ചന്മാരടുത്തും ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവന്മാർ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ സൗദി അറേബ്യയിൽ 3 വർഷം പണിയെടുത്ത ഒരാളാണ്, പാകിസ്ഥാനികൾക്കൊപ്പം പണിയെടുത്ത ഒരാളാണ്. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ ലോക നായ്ക്കളാണ്. പാകിസ്ഥാനികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണം, നമ്മൾ
കുറച്ച് മുകളിലോട്ട് മികച്ച രീതിയിൽ പണിയെടുക്കുന്ന നമ്മളെ എങ്ങനെയെങ്കിലും താഴ്ത്താൻ നോക്കുന്ന ഒരു സ്വന്തം കാര്യം ചിന്താബ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വർഗമാണ്. അവർക്ക് ആരോടും സംസാരിക്കാൻ പോലും അറിയില്ല. തീവ്ര ചിന്ത, തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ പക്കാ തീവ്രവാദികളാണ്. നിങ്ങൾ നോക്കുക, ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നമ്മുടെ രാജ്യത്ത് കയറി വന്ന് മതം കേട്ടുകൊണ്ട് മതം ചോദിച്ചുകൊണ്ട് കൊന്നല്ലോ. നീ ഹിന്ദു ആണോ എന്ന് ചോദിച്ച് കൊന്നല്ലോ. അപ്പോൾ പാകിസ്ഥാൻ രാജ്യം എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്തവരെ അവിടെ തന്നെ ശിക്ഷിക്കണം, ഇന്ത്യക്ക് സപ്പോർട്ട് അടിച്ചുകൊണ്ട്. അതായത് ഇന്ത്യയോട് പാകിസ്ഥാൻ പറയണം, ഞങ്ങളുടെ പൗരന്മാരിൽ നിന്ന് ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, അതൊരു ഭീകരവാദമാണ്, ഞങ്ങൾ നിങ്ങളോട് ഇന്ത്യയോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കൊന്നല്ലോ ഈ ഭീകരവാദികളെ പാകിസ്ഥാനികൾ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു? അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ. അപ്പോൾ നോക്കുക, അതായത് ഈ ഭീകരവാദത്തിൻ്റെ മെയിനായിട്ടുള്ള ഒരു ചങ്ങായി ഉണ്ടല്ലോ, അവൻ്റെ വീടൊക്കെ സൈന്യം വളയുന്നു, അവർക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. നോക്കുക, എന്തൊരു ഭീകര ചിന്തയാണ്. ഹിന്ദു മുസൽമാൻ എന്ന് പറഞ്ഞ് ചാവുകയാണ്. ഞാൻ പറയുന്നു, ഒരു പക്ഷേ മതം നിങ്ങൾ വിടുക, നമ്മൾ മനുഷ്യന്മാർ. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഈ ലോകം ഉണ്ടായതിനു ശേഷം മനുഷ്യന്മാരായി ഉണ്ടാക്കിയതാണെങ്കിലോ ഈ ദൈവം. അപ്പോൾ എല്ലാം ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന മതം ഏതാണ്? മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും നമ്മൾ വിശ്വസിക്കുന്ന മതം നിലവിൽ ഏതാണുള്ളത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, നിസ്കരിക്കുക, അതുപോലെ തന്നെ ഖുർആൻ ഓതുക. നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ മുന്നോട്ട് പോവുക. അല്ലാതെ മറ്റൊരുത്തനെ കാണുമ്പോൾ ഇവൻ ഹിന്ദു ആണോ, പിന്നെ ഹിന്ദുക്കളായാലും മറ്റൊരുത്തനെ കാണുമ്പോൾ ഇവൻ മുസ്ലിമാണോ, അങ്ങനെ ചിന്തിക്കാതെ ഇവരൊരു മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ വെറുതെ എന്തൊക്കെയോ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയോ എഴുതി വെക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.